വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ ആദ്യത്തെ 2-3 റൗണ്ടിൽ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു പഞ്ചായത്താണ്. ഏതാണ്ട് 29,000 വോട്ടർമാർ അവിടെ ഉണ്ട് എന്നാണ് കണക്ക്. ആ വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായി നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ മണ്ണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റുള്ള പഞ്ചായത്തുകളുടെ നിലവിലുള്ള രാഷ്ട്രീയ സ്വഭാവം, വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് അൻവർ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണം, അതാണ് ഏറ്റവും പ്രധാനം. അൻവറിന് ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള പഞ്ചായത്തുകളൊന്നാണ് വഴിക്കടവ്. വഴിക്കടവിൽ അൻവർ എന്ത് നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള റൗണ്ടുകളിലെ വോട്ടെണ്ണലിൽ ഏറ്റവും നിർണായകമാവുക. കാരണം ബാക്കിയുള്ള പഞ്ചായത്തുകൾ ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ വഴിക്കടവിൽ എന്ത് സംഭവിക്കും? കാരണം ഈ വോട്ടെണ്ണൽ ദിനത്തിലെ ക്ലൈമാക്സ് ആദ്യം തന്നെ വെളിപ്പെടുകയാണ്. സസ്പെൻസ് ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ അനാവൃതമാവുകയാണ് വഴിക്കടവ് പഞ്ചായത്തിലൂടെ. അതാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ വോട്ടിംഗ് പാറ്റേണിന്റെ പ്രത്യേകത. അവിടെ PV അൻവർ എത്ര വോട്ട് പിടിക്കും, UDF എന്ത് മേൽക്കൈ നേടാൻ കഴിയും, LDF കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നേരിയ എഡ്ജ് മറികടന്ന് കുറെ കൂടി ആധിപത്യം പുലർത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ വന്നാൽ, ആ സൂചനകൾ വെളിയിൽ വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ദിവസത്തെ ഔട്ട്കം എന്താണെന്ന് ഏറെക്കുറെ പ്രവചിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസ്ലം, ഈ വഴിക്കടവിൽ അൻവറിന് ഇത്രയും ജനപിന്തുണ ഉണ്ടാവാനുള്ള മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? വഴിക്കടവ് ആണ് നേരത്തെ അജു സൂചിപ്പിച്ചതുപോലെ 29,320 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതും ഏറ്റവും കൂടുതൽ പോൾ ചെയ്തതും പിന്നെ വഴിക്കടവിൽ തന്നെയാണ്. ഈ വഴിക്കടവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് UDF അനുകൂല മണ്ഡലമായിരുന്നു. ഇവിടെ നിന്ന് കൂടിയുള്ള UDF അനുകൂലികൾ അല്ലെങ്കിൽ അനുഭാവികളുടെ കൂടി വോട്ടുകൾ കവർന്നെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്നെ നേടിയെടുത്തുകൊണ്ടാണ് PV അൻവർ കഴിഞ്ഞ തവണ പിന്നെ വിജയത്തിലേക്ക് 2 തവണയും വിജയത്തിലേക്ക് വന്നത്. സാധാരണഗതിയിൽ UDF മുൻതൂക്കമുള്ള സ്ഥലത്ത് കഴിഞ്ഞ തവണ 35 വോട്ടിന്റെ മുൻതൂക്കം അല്ലെങ്കിൽ 35 വോട്ടിന്റെ ഭൂരിപക്ഷം PV അൻവർ നേടിയിരുന്നു കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ UDFന് വലിയ ആധിപത്യമുള്ള സ്ഥലത്ത് തന്നെ PV അൻവർ ലീഡ് നേടിയാണ് കഴിഞ്ഞ തവണ വിജയത്തിലേക്ക് അവർ പോയത്. അത് അമരമ്പലം എത്തിയപ്പോൾ 2,700 എത്തി എന്നുള്ളതാണ് വസ്തുത. ആദ്യം തന്നെ അദ്ദേഹത്തിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. പറഞ്ഞാൽ UDF ക്യാമ്പിലെ വോട്ടുകൾ ചോർത്തിയെടുത്തത് തുടങ്ങിയത് തന്നെ വഴിക്കടവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആൾക്കാർ, അത് അദ്ദേഹത്തെ LDF നിന്ന് പോയപ്പോഴും വന്ന ആൾക്കാർ, അജിബ്സിന് ഓർമ്മയുണ്ടാവും, നമ്മുടെ അജിബ്സ് പങ്കെടുത്ത ബിഗ് ഫൈറ്റ് നടന്ന വഴിക്കടവിലാണ്. ആ വഴിക്കടവിൽ എത്രത്തോളം PV അൻവർ അനുഭാവികളുണ്ടായിരുന്നു. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അജിബ്സിനോട് തന്നെ എപ്പോഴും കയർത്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വലിയ ആവേശത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ വഴിക്കടവിലെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിക്കടവിൽ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരുണ്ട്. മാത്രമല്ല ഒരു പൂർണ്ണമായി മലയോര മേഖലയാണ്. അതുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ അനുഭവമുള്ള, അത് അൻവർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ നിരവധിയുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ഒരു ദാരുണ സംഭവം എന്ന് പറയുന്നത് പന്നിക്കണിയിൽപ്പെട്ട് ആദ്യം ഷോക്കേറ്റ് അനന്തു എന്ന് പറയുന്ന 15 വയസ്സുകാരൻ 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവം, അതും ഈ വഴിക്കടവ് പഞ്ചായത്തിൽപ്പെട്ടതാണ്. ആ ഒരു വഴിക്കടവ് പഞ്ചായത്തിൽ നമ്മൾ ആദ്യം അവിടെ രാവിലെ തന്നെ അവിടെ എത്തുമ്പോഴും പറയുന്ന കാര്യം, അൻവറാക്കൊക്കെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെയ്യുന്നില്ല. അതായത് അൻവറാക്ക എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന സ്ഥലം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യഘട്ടത്തിലുള്ള പ്രചരണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും അവസാന ഘട്ടത്തിലും അദ്ദേഹത്തിന് ആൾക്കാരുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത്, പ്രധാനപ്പെട്ട പഞ്ചായത്ത് വഴിക്കടവിലാണ്. പിന്നെ ഇടക്കരയാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ആർത്തിൽ അദ്ദേഹത്തിന് പിന്തുണക്കാരുണ്ട്, അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് വന്യജീവി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പോലീസ് ഇഷ്യൂസ് ഒക്കെ ശരിയാണ്, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ, ആവേശ കമ്മിറ്റിക്കാർ തന്നെ ഉള്ളതല്ല വഴിക്കടവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോട്ടുകൾ കൃത്യമാണ്. അത് അദ്ദേഹം കഴിഞ്ഞ തവണ LDFിലേക്ക് കൊണ്ടുപോയ വോട്ടുകൾ മാത്രമാണോ തിരിച്ചു കൊണ്ടുപോകുന്നത്, അതോ നിലവിൽ തന്നെ UDFിലുള്ള വോട്ടുകൾ ചോർത്തുന്നോ എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. UDFിന് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം 3000 വോട്ടിന് ഭൂരിപക്ഷം 3 റൗണ്ട് കഴിയുമ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ ചോർന്നിട്ടുണ്ട് PV അൻവറിന്റെ ക്യാമ്പിലേക്ക് എന്നുള്ളതാണ്. ഇനി അഥവാ PV അൻവറിന് അവിടെ ഒരു പ്രതീക്ഷിത പോലെ 6000-7000 വോട്ട് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 2 മുന്നണികളുടെ വോട്ട് ചോർത്തി അൻവർ ഒരു കൃത്യമായ ഒരു അത്ഭുതം കാണിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ വഴിക്കടവ് എന്ന് പറയുന്നത് അതിലെ 3 റൗണ്ടുകൾ എന്ന് പറയും. ആദ്യത്തെ 3 റൗണ്ടുകൾ വരും. 46 ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. 42 ബൂത്തുകളാണ് ഈ 3 റൗണ്ടുകളായി 14 എന്ന രീതിയിൽ 3 റൗണ്ടുകളായി 42 ബൂത്തുകൾ എണ്ണും. പിന്നെ 4 ബൂത്തുകൾ മാത്രമാണ് 4ാമത്തെ റൗണ്ടിൽ മാറ്റിവെക്കുന്നത്. നമ്മൾ മാറ്റിവെച്ചാൽ പോലും 3 റൗണ്ട് കഴിയുമ്പോൾ വഴിക്കടവ് പൂർത്തിയാകും. വഴിക്കടവ് പൂർത്തിയാകുമ്പോൾ 3000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF ലഭിച്ചാൽ മാത്രമേ UDFന് 10,000-ന് മുകളിലേക്ക് ടാർഗറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. അത് താഴ്ന്നാൽ അത് പ്രശ്നം തന്നെയാണ്. പിന്നെ അവിടെ 4ാമത്തെയും 5ാമത്തെയും റൗണ്ട് എന്ന് പറയുന്നത് അതും മൂത്തേഡ് എന്ന് പറയുന്നത് UDFന് ഭൂരിപക്ഷം സ്ഥലമാണ്. അത് വലിയ ആശങ്ക അവർ മുന്നോട്ട് വെക്കുന്നില്ല. കാരണം LDF PV അൻവർ തന്നെ വിജയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 1800ഓളം ഭൂരിപക്ഷം നൽകിയ UDF നൽകിയ
സ്ഥലമാണ് മൂത്തേടം. ലീഗിന്റെ ഒരു ഉറച്ച കോട്ട കൂടിയാണ്. അവിടെയും ഇത്തവണ 2500 ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് വോട്ടുകൾ ചോർത്തിയെടുക്കാമെന്ന് PV അൻവർ കരുതുന്നുണ്ട്. അവിടെ നിന്ന് വോട്ട് ലഭിക്കുമെന്നും PV കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴിക്കടവും മൂത്തേടവും എന്ന് പറയുന്നത് വളരെ കൃത്യമായി 5 റൗണ്ടുകളാകുമ്പോൾ ഇതിന്റെ കൃത്യമായ ഫലസൂചന എങ്ങോട്ടായിരിക്കും നിലമ്പൂരിന്റെ ജനവിധി മാറുക, മറിയുക, പോവുക എന്നത് പ്രേക്ഷകർക്കും നമുക്കെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക എന്നാണ് പറയുന്നതാലും എല്ലാ 7:54 ആയിരിക്കുന്നു. ഇനി 6 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണി തുടങ്ങുക. 8:10 തന്നെ കൃത്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് വോട്ടെണ്ണൽ മാറും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 8:20 മുതൽ തന്നെ നമുക്ക് കൃത്യമായ ഫലസൂചനകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. 8:30-9 മണിയോടുകൂടി തന്നെ ഒരുപക്ഷെ 2 റൗണ്ടുകളെങ്കിലും പൂർത്തിയാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായ ഒരു ഫലസൂചനയിലേക്ക് പോകാൻ കഴിയും. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന നിലമ്പൂരിന്റെ ജനവിധി അറിഞ്ഞു തുടങ്ങാൻ, ആ വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി ഒരു 6 മിനിറ്റ് മാത്രമാണ് ബാക്കി. നിഷാദ്, അജിൽസ്. 6 മിനിറ്റുകൾ കൂടി മാത്രമാണ് ഇനി നിലമ്പൂരിന്റെ ജനവിധി അറിയാൻ ബാക്കി നിൽക്കുന്നത്. അല്പസമയത്തിനകം പോസ്റ്റൽ ബാലറ്റുകൾ, സർവീസ് വോട്ടുകൾ എണ്ണി തുടങ്ങുകയായി. 1000-ലധികം വോട്ടുകൾ എണ്ണാനുണ്ട്. അതിനുശേഷം പെട്ടിയിലേക്ക് കടക്കുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക്. അതുകഴിഞ്ഞാൽ പിന്നെ ജനവിധി അതിവേഗത്തിൽ പുറത്തേക്ക് വരികയായി. നിലമ്പൂരിന്റെ ജനവിധി കാത്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഒന്നാകെയാണ്. അടുത്ത പിണറായി വിജയൻ സർക്കാരിന്റെ യാത്രയിലേക്കുള്ള നാന്ദി കുറിക്കലാകുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഉറ്റുനോക്കുന്നു ഒരു കൂട്ടർ. അതേസമയം പിണറായി വിജയൻ സർക്കാരിനെ വീഴ്ത്താനുള്ള ജനവിധിയുടെ സമ്മതം നേടിയെടുക്കുകയാണോ PV സതീശനും സംഘവും, UDF കേന്ദ്രങ്ങൾ എന്നതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഒപ്പം PV അൻവർ എന്ന് പറയുന്ന ഫാക്ടർ എന്തുമാത്രം പ്രധാനപ്പെട്ട ഘടകമാകുന്നു എന്ന് അൻവർ ക്യാമ്പും ഉറ്റുനോക്കുകയാണ്. LDFO UDFO എന്ന ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യമായി അവിടെ നിൽക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വരാൻ ഇനിയും അവശേഷിക്കുന്നത് നിമിഷാർദ്ധങ്ങൾ മാത്രമാണ് എന്ന് കാണുക. ഇനി 5 മിനിറ്റുകൾ കൂടി മാത്രമാണ് വോട്ടെണ്ണൽ തുടങ്ങാൻ ഔദ്യോഗികമായി ബാക്കിയുള്ളത് എന്ന് പറയാം. സ്ട്രോങ് റൂം തുറന്ന് മെഷീനുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ആദ്യ ഫലസൂചന ആർക്കനുകൂലമായിരിക്കും? സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് UDFന്റെ കോളത്തിൽ, UDFന്റെ ടാലിയിൽ ആദ്യത്തെ അക്കം പ്രത്യക്ഷപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് എത്ര ദൂരം അങ്ങനെ വളരെ കോൺസ്റ്റന്റായി മുന്നോട്ട് പോകുമെന്ന് കൂടി ഉറ്റുനോക്കുന്ന കാര്യം. UDF പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ 5-6 റൗണ്ടുകളിൽ എതിരാളികളില്ലാത്ത മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയും എന്ന് UDFന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ചെക്ക് വെക്കാൻ, തടസ്സം വെക്കാൻ M സ്വരാജിനും LDFനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ കാത്തിരിക്കുന്നത് അടുത്ത 2 മണിക്കൂർ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടപടിക്രമമായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതോ അതിനപ്പുറം UDFന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്ന പോലെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു ഉജ്ജ്വലമായ ഏകപക്ഷീയമായ ഒരു സ്വീപ്പിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നറിയാനും ഇനി ബാക്കിയുള്ളത് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൂടി മാത്രമാണ്. LDF എന്തുമാത്രം വലിയ പോരാട്ടം അവിടെ സാധ്യമാക്കിയിരിക്കുന്നു, PV അൻവർ അതിൽ എന്തുമാത്രം കീ ഫാക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നറിയാൻ അവശേഷിക്കുന്നത് ഇനി മിനിറ്റുകൾ കൂടി മാത്രമാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് പിന്നിടുന്നു. ഇനിയുള്ളത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിന്റെ നടപടികൾ ആരംഭിക്കാൻ. ആദ്യം എണ്ണുന്നത് സർവീസ് വോട്ടുകളാണ്. സർവീസ് വോട്ടുകൾ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ആ ജനവിധിയുടെ ഒരു സാരാംശം